നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കോഴ കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകുമെന്ന് വിജിലൻസ്. കേസ് അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ടിന്മേലുള്ള നിയമപരിശോധനയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയുമാണ് പൂർത്തിയാക്കാനുള്ളത്. ഇനി കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ SP സുകേശൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ബിജു രമേശിന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ബാർ കോഴ കേസിലെ അന്വേഷണം പൂർത്തിയായെന്ന് SP സുകേശൻ കോടതിയെ അറിയിച്ചത്. അന്തിമ റിപ്പോർട്ടിന്മേലുള്ള നിയമപരിശോധനയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയുമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ഇത് രണ്ടും തന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് ഏത് ദിവസം സമർപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഏറ്റവും വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് SP സുകേശൻ കോടതിയെ അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ടിന്റെ നിയമസാധുത പരിശോധിക്കുന്ന വിജിലൻസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് CC അഗസ്റ്റിൻ തന്നെയാണ് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. നിയമോപദേശത്തിനായി അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അഗസ്റ്റിന് കൈമാറിയിരുന്നു. 2 ദിവസത്തിനകം ലീഗൽ അഡ്വൈസർ നിയമോപദേശം നൽകും. പിന്നീട് ADGPയുടെ പരിശോധനയ്ക്ക് നൽകും. അതിനുശേഷമാകും റിപ്പോർട്ട് ഡയറക്ടർക്ക് സമർപ്പിക്കുക. ഡയറക്ടർക്കും റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടാവുന്നതാണ്. ഡയറക്ടറുടെ പരിശോധന കൂടി കഴിഞ്ഞ ശേഷമാകും അന്തിമ റിപ്പോർട്ട് കോടതിയിലെത്തുക. KM മാണിക്കെതിരെ കുറ്റപത്രം നൽകാനാണ് നിയമോപദേശമെങ്കിൽ കുറ്റപത്രം തന്നെയാകും കോടതിയിൽ എത്തുക. എന്നാൽ നടപടിക്രമങ്ങൾ പരമാവധി സാവധാനത്തിലാക്കാൻ വിജിലൻസിനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ലൂക്കോസ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ VS സുനിൽകുമാർ MLA എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ SP സുകേശൻ ഇന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. ഇനി ഇക്കാര്യത്തിൽ തൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും SP ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുക? അല്ല പ്രകാശേ, നമ്മൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. സുകേശൻ ഏതായാലും ഇന്ന് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി സാങ്കേതികമായ ചില കാര്യങ്ങളാണ്, പരിശോധനകൾ. അതിന് ശേഷം ഇത് കോടതിയിൽ സമർപ്പിക്കും. അത് കുറ്റപത്രമായിരിക്കുമോ അല്ലെങ്കിൽ ഒരു വിടുതൽ ഹർജിയായിരിക്കുമോ എന്നിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഭംഗിയായി ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അരുവിക്കരയ്ക്ക് അപ്പുറം വരെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിന് സർക്കാർ പരിശ്രമിക്കും എന്ന് പറയുന്നതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. പക്ഷെ അത് അവർക്ക് കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു. സുകേശൻ ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ ബോധിപ്പിക്കൽ സബ്മിഷൻ, അത് കാര്യങ്ങൾ അകാരണമായി നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ കൂടിയായി വേണമെങ്കിൽ നമുക്ക് കാണാം. അത്രയും ഞാൻ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അരുവിക്കര വരെ അല്ലെങ്കിൽ അരുവിക്കരയ്ക്ക് അപ്പുറത്തേക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇനി 1 മാസമുണ്ട് അതിന്. ആ 1 മാസത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന, സാങ്കേതികമായ പരിശോധന പൂർത്തിയാക്കി കോടതിയെ വിവരം ധരിപ്പിക്കേണ്ടി വരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സാധാരണ നിലയിൽ കോടതി നടപടികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ സുകേശൻ തന്നെയാണല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ നിയമപരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ, ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം അത് കോടതിയിൽ സമർപ്പിക്കേണ്ടയാൾ. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അന്വേഷണം പൂർത്തിയായി, അതുപോലെ തന്നെ അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം, അതുപോലെ അത് നിയമപരിശോധനയ്ക്ക് വിധേയമാക്കണം, അത് പറഞ്ഞ് സത്യവാങ്മൂലം നൽകിയാൽ മതിയല്ലോ. ഇനി കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് ഒരു കൂട്ടിച്ചേർക്കൽ, ആ കൂട്ടിച്ചേർക്കൽ എന്തുകൊണ്ട് നടത്തുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതെ, ആ കൂട്ടിച്ചേർക്കലിൽ പ്രകാശ് സൂചിപ്പിക്കുന്നത് പോലെ ചില അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയും. സാധാരണ ഇതിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ അന്വേഷണം പൂർത്തിയായി, റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നു. ഇനി അത് സാങ്കേതികമായി നടപടിക്രമം അനുസരിച്ച് വിജിലൻസിൻ്റെ നിയമോപദേഷ്ടാവ്, അഡ്വക്കേറ്റ് ജനറൽ എങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ അവരുടെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ കോടതിയിൽ സമർപ്പിക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ഒരു കൂട്ടിച്ചേർക്കൽ എന്നത് നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. അത്തരത്തിലുള്ള പല അട്ടിമറികൾക്കും സാധ്യതകളുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമം പോലും ഒരു അട്ടിമറിയാണ്. അങ്ങനെയുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം സുകേശൻ ഒരുപക്ഷെ കോടതിയെ ഈ വിവരങ്ങൾ ഭംഗ്യന്തരേണ ധരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വായിച്ച് എടുക്കാൻ കഴിയും. ആ വായിച്ച് എടുക്കുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായി ജാഗ്രതയോടെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ പ്രിൻസ് ലൂക്കോസ്, വിജിലൻസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച്, ആ അന്വേഷണ വിവരങ്ങൾ
പുറത്തു പോകുന്നതിനെക്കുറിച്ച് എല്ലാം കേരള കോൺഗ്രസ് എമ്മിന് സംശയമുണ്ടായിരുന്നു. ഏതാണ്ട് ഇന്ന് രമേശ് ചെന്നിത്തലയും ആ സംശയം പങ്കുവച്ചിരിക്കുകയാണ്. വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ചോരുന്ന വിജിലൻസിൻ്റെ വിശ്വാസ്യത തകർക്കും എന്ന നിലയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഒരർത്ഥത്തിൽ കൈ കഴുകിയിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയായിരിക്കുന്നു, റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കും നിയമപരിശോധനയ്ക്കും പോകുന്നു. ഇനി അതിൽ തനിക്ക് നിയന്ത്രണമില്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സർക്കാരോ അതല്ലെങ്കിൽ മന്ത്രിയോ ഒരു ഇടപെടൽ നടത്തും എന്ന ഒരു ഭയം അതുള്ളത് കൊണ്ടാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അത്തരമൊരു ഇടപെടൽ സാധ്യതയുണ്ടോ, അതോ സ്വതന്ത്രമായ രീതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുമോ? ഇല്ല, ഇതെല്ലാം ഓരോ ഘട്ടത്തിലുള്ള ഓരോ സമയത്ത് ഓരോ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നുണ പരിശോധന റിപ്പോർട്ട് അതായിരുന്നല്ലോ ഒരു 4-5 ദിവസക്കാലം ഇവിടെ ഇങ്ങനെ ഹാലിളക്കി കൊണ്ടുവിടുന്നതും നുണ പരിശോധന റിപ്പോർട്ടായിരുന്നല്ലോ. എല്ലാം പൊളിഞ്ഞടുങ്ങിയില്ലേ? ഇന്ന് മാധ്യമങ്ങളിലൂടെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നില്ലേ? ബോധപൂർവം ഒരു വ്യക്തിക്ക് നുണ പരിശോധനയെ അട്ടിമറിക്കാം എന്നുള്ള യാഥാർത്ഥ്യങ്ങളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ ആധികാരികതയും അതിന്റെ കോടതികൾ തെളിവായി എടുക്കുന്ന കാര്യങ്ങളുമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കുവാനും ചെറുതാക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടല്ലോ, ഇവിടെ ചോദിച്ച 12ാമത്തെ ചോദ്യത്തിന് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ക്ലിഫ് ഹൗസിൽ വെച്ച് പണം കൈമാറിയതായി കണ്ടോ? ഉവ്വ് എന്നാണ് പറഞ്ഞത്. 32 ചോദ്യങ്ങൾക്കും ഉവ്വ് എന്ന് പറയുന്ന ഉത്തരം. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന റിപ്പോർട്ടുമായി നിൽക്കുന്ന വിജിലൻസ്, തല്ലിക്കൂട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന വിജിലൻസ്. ഈ കേസിൽ എന്താണ് ഇനി ഉള്ളതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഇവിടെ കേരളത്തിലെ മാധ്യമ ചർച്ചയിലൂടെ ഒരു നേതാവിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമല്ലേ കേരളം കണ്ടത്? ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് അന്വേഷണം നടത്തുന്ന സാഹചര്യമാണ് കണ്ടത്. ഇതിന്റെയൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം പത്രം കണ്ടും TV കണ്ടുമൊക്കെ വിലയിരുത്തുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ SP സുകേശൻ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം, അതുപോലെ ഇപ്പോൾ പുറത്തു വരുന്ന നുണപരിശോധനാ റിപ്പോർട്ടിനെ കുറിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അതിൻ്റെ അഭിപ്രായ ഭിന്നതകൾ, ഇതെല്ലാം ഈ നുണപരിശോധനയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് അതിൻ്റെ വിശ്വാസ്യതയാണോ തകർക്കുന്നത്, അതോ പുറത്തു വരുന്ന വിവരങ്ങൾ കോഴ വാങ്ങുന്നത് സ്ഥിരീകരിക്കുന്നതാണോ? അല്ല, ഇവിടെ ശ്രീ പ്രിൻസ് ലൂക്കോസിന്റെ സംസാരം കേട്ടാൽ തോന്നുന്നത് കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ്. അല്ലാതെ വിജിലൻസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് KM മാണിയുടെ പാർട്ടിക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, KM മാണി പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു നുണപരിശോധനയുടെ ആവശ്യമില്ല. അത് ഈ നാട്ടിലെ ബഹുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള കാര്യമാണ്. KM മാണി പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രിൻസ് ലൂക്കോസും കത്തിച്ചൂർ ജോസഫ് പുതുശ്ശേരിയും അല്ലാതെ ആ പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും ചാനലിലോ നിങ്ങൾ കണ്ടിട്ടോ? വന്നു പറയോ? ആരും പറയില്ല. കാരണം അങ്ങനെ പറയുന്നവർ പരിഹാസ്യരാകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വിജിലൻസ് DYSP അല്ലെങ്കിൽ SP ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ അദ്ദേഹം പീലാത്തോസിനെ പോലെ കൈ കഴുകിയിരിക്കുകയാണ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഏത് നീതിമാന്റെ കേസ് സത്യസന്ധമായിട്ട് അന്വേഷണം ഞാൻ നടത്തി, ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് അട്ടിമറിക്കേണ്ട ജോലി ബാക്കിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറലും അതുപോലെ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർക്കുമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കഴുകിയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുക. അങ്ങനെയുള്ള നിയമ നടപടിക്രമം. അത് രണ്ടുമല്ലാതെ ആണും പെണ്ണും അല്ലാത്ത ഒരു റിപ്പോർട്ട് ഞാൻ ഒരു സാധനം തയ്യാറാക്കിയിട്ടുണ്ട്, ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ആളുകളാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ടും അല്ല ചാർജ് ഷീറ്റും അല്ലാത്ത ഒരു സാധനം ഒരു കോടതിയിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരും സമർപ്പിച്ചിട്ടുണ്ടാവില്ല. അതാണ് സംഭവം. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ വിജിലൻസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ബന്ധപ്പെട്ട ADGP അടക്കമുള്ള ആളുകൾ പറയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി പറയുന്നത്, അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് M നേതാക്കൾ തുടർച്ചയായി പറയുന്നത് KM മാണിയെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല എന്നാണ്.
അതിനവർ കോഴ വാങ്ങിയില്ല എന്ന ന്യായം പറയുന്നുണ്ടെങ്കിലും അതുപോലെ വിജിലൻസ് അന്വേഷണത്തെ അവർ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ SP സുകേശൻ കോടതിയിൽ ഇനിയുള്ള കാര്യത്തിന് തനിക്ക് നിയന്ത്രണമില്ല എന്ന് പറയുമ്പോൾ അത് കുറ്റപത്രം അല്ലെങ്കിൽ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലെത്തുന്നത് വൈകാം, അതല്ലെങ്കിൽ കുറ്റപത്രം തന്നെ സമർപ്പിക്കപ്പെടാതിരിക്കാം, മാണിയെ കുറ്റവിമുക്തനാക്കിയേക്കാം. അതിനെല്ലാം ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലും നിയമ പരിശോധനയിലും ഒരു ഇടപെടൽ സാധ്യതയുണ്ട് എന്ന ഒരു സംശയം അദ്ദേഹത്തിന് പോലും ഇല്ലെങ്കിൽ, സർക്കാരിനെ കുറിച്ചൊരു സംശയം SP-ക്കില്ലെങ്കിൽ SP ഇത്തരമൊരു സത്യവാങ്മൂലം നൽകേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഇടപെടൽ സാധ്യത എത്രത്തോളമുണ്ട്, പ്രത്യേകിച്ച് SP ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യവാങ്മൂലത്തിൻ്റെ രൂപത്തിൽ അറിയിച്ച സാഹചര്യത്തിൽ? SP അങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചത് കോടതി എന്തെങ്കിലും ഇടപെടൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെ എന്ന ഒരു സതുദ്ദേശത്തോട്ടായിരിക്കും ഞാൻ വിചാരിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന 2 വാർത്തകൾ കൂടി കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ, ഒന്ന്, വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജനറലിനെ കണ്ടു. 2, അഡ്വക്കേറ്റ് ജനറലിന്റെ ശമ്പളം 44 മാസത്തെ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് 44 ലക്ഷം രൂപയാണ്, ഏതാണ്ട് 1/2 കോടിയോളം രൂപയാണ്. അങ്ങനെ ഇനി കൂട്ടി വായിച്ചു നോക്കൂ. അപ്പൊ KM മാണി കുറ്റവിമുക്തനാകാൻ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം അഡ്വക്കേറ്റ് ജനറലിന്റെ ലാഭം 44 ലക്ഷം രൂപയാണ്. ഇനി അദ്ദേഹത്തിന്റെ കാലാവധി 12 മാസം കൂടി ഉണ്ട്. അപ്പൊ 12 ലക്ഷം രൂപ വേറെയും കൂടുതൽ കിട്ടാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദയവായി തുടരുക. ശ്രീ VS സുനിൽകുമാർ, കേസ് അന്വേഷണത്തിൻ്റെ ആ ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു, റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ സാധ്യത താങ്കൾ ഭയക്കുന്നുണ്ടോ? ആ രീതിയിൽ റിപ്പോർട്ട് മാറ്റി എഴുതാൻ അല്ലെങ്കിൽ മാണിയെ കുറ്റവിമുക്തനാക്കാൻ അത്തരമൊരു ശ്രമം സ്വാഭാവികമായും സർക്കാർ നടത്തുമോ? നടത്തിയാൽ തന്നെ വിജയിക്കുമോ? അല്ല, ഇതിപ്പോ മാണിയുടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കേസ് അട്ടിമറിക്കുന്ന ശ്രമങ്ങൾ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ അന്ന് അന്വേഷണ ആളുകൾ സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ള അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി അവസാനം ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ച ഈ സാഹചര്യത്തില് സത്യത്തിൽ ജയശങ്കർ പറഞ്ഞത് ഫൈനൽ റിപ്പോർട്ടല്ല, ചാർജ് ഷീറ്റ് കൊടുക്കാണ് വേണ്ടത്. ആ കുറ്റപത്രം അവർ കൊടുക്കുകയാണെങ്കിൽ KM മാണി ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ സാധ്യമല്ല. കാരണം FIR-നകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് KM മാണി ഇവിടെ നേരത്തെ പിന്നെ ജയശങ്കർ പറഞ്ഞ പോലെ KM മാണി കൈക്കൂലി വാങ്ങിച്ചെന്നല്ലായിരുന്നു. ഇപ്പൊ 35 എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പരിശോധന നടത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയില്ല. വൈകുന്നേരം 7:30 ആണെന്നുള്ള കാര്യം മാണിക്കും അറിയാം, ഉമ്മൻചാണ്ടിക്ക് അറിയാം, എനിക്കും അറിയാം. അത് മാറ്റി പറയാൻ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലെ KM മാണി കൈക്കൂലി വാങ്ങിയിട്ടുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പൊ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല. കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് തെളിയിക്ക് വരുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇനി ചെയ്യാവുന്ന കാര്യം എന്താ? ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാല് അതിനകത്ത് പിന്നെ അഡ്വക്കേറ്റ് ജനറലും നിയമ വിദഗ്ധന്മാർക്കും ഗവൺമെന്റിനും ഒക്കെ ഒരു സ്റ്റേ വരും. ആ വരുമ്പോ അതിനകത്ത് ഇടപെടാനും രാഷ്ട്രീയമായി അട്ടിമറിക്കാനും ഇവർ ശ്രമിച്ചാൽ അത് എളുപ്പത്തിൽ നടക്കുമെന്നാലും വിചാരിക്കണ്ട. നീതിന്യായ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ നീതിന്യായ വ്യവസ്ഥ ഉപയോഗിക്കുന്നതാണെങ്കിലും അതിനെ എതിർക്കേണ്ട ഘട്ടങ്ങൾ എതിർക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഈ പിന്നെ റിപ്പോർട്ടിന്റെ സാധാരണ ഒരു ഏജൻസി റിപ്പോർട്ട് മാത്രമല്ല, ഒരു ഗവൺമെന്റിനെ തന്നെ ബാധിക്കാൻ പോകുന്ന റിപ്പോർട്ടാണ്. ഒരു ഗവൺമെന്റ് താഴെ വീണോ വേണ്ടോ തീരുമാനിക്കുന്ന റിപ്പോർട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെന്റ് താഴെ വീഴാൻ വേണ്ടി റിപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട എല്ലാ കാര്യവും കുറ്റപത്രം സമർപ്പിച്ച ഒരു പ്രശ്നം. കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസ് നടത്തേണ്ടത് ആരാ? ഗവൺമെന്റാണ്, പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ, അതായത് നിയമകാര്യ മന്ത്രിക്കെതിരെ ഒരു FIR കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മന്ത്രിയെ തുടരാൻ പറ്റും. അപ്പൊ ഇതൊക്കെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ജനാധിപത്യപരമായും രാജ്യമര്യാദ അനുസരിച്ചൊക്കെ തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടി വന്നാൽ ഗവൺമെന്റ് നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഇനിയും അട്ടിമറിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഞങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് തടയാൻ ആവശ്യമായ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവും. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ അഗസ്റ്റിനെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം നിയമോപദേഷ്ടാവ് എന്ന നിലയിൽ KM മാണിക്കെതിരെ FIR ഇടണം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതേസമയം മാണിയുടെ കാലഘട്ടത്തിൽ നിയോഗിച്ച പുതുതായി സൃഷ്ടിച്ച തസ്തിക, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനിലെ ശശീന്ദ്രൻ മാണിക്കെതിരെ FIR ഇടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഗസ്റ്റിനും അഡ്വക്കേറ്റ് ജനറലും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച, അഡ്വക്കേറ്റ് ജനറലിന്
ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ മാത്രമല്ല VS അച്യുതാനന്ദൻ തന്നെ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം, ഒരു ഭരണഘടനാ സ്ഥാപനമായ അഡ്വക്കേറ്റ് ജനറൽ ഒരു കാരണവശാലും ഈ കേസിന് നിയമോപദേശം നൽകാൻ കഴിയില്ല എന്ന VSന്റെ നിലപാട്. പക്ഷേ ഉന്നതോദ്യോഗസ്ഥരുടെ ഭാഗത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം കൂടി വാങ്ങിയേക്കാം, അനൗപചാരികമായിട്ടാണെങ്കിൽ കൂടി എന്ന നിലയിൽ വരുന്ന വാർത്തകൾ എല്ലാ രീതിയിലും നിയമമന്ത്രി കൂടിയായ KM മാണി, അതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ സർക്കാരിനെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിൽ ഇടപെടാനുള്ള സാധ്യത ഏറെയല്ലേ? അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടി അല്ലേ ഇന്ന് SP സുകേശൻ സ്വീകരിച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ പറഞ്ഞ കേട്ട പേരുകളിൽ സുകേശൻ, അഗസ്റ്റിൻ, ശശീന്ദ്രൻ അവരാരെയും ഞാൻ സംശയിക്കുന്നില്ല. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി ഇതിനെല്ലാം പ്രാപ്തനാണ്. അഡ്വക്കേറ്റ് ജനറലുമായുള്ള അഗസ്റ്റിൻ്റെ കൂടിക്കാഴ്ച ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ സംശയത്തിന് കാരണമായിട്ടുണ്ട്. അത് അട്ടിമറിക്കുള്ള ഒരു നീക്കം ഉണ്ടെങ്കിൽ അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് വഴി മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ അത് നടക്കില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം കാര്യങ്ങൾ അത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു. എല്ലാവരും ഈ സത്യസന്ധമല്ലാത്ത നിലപാടിലേക്ക് നീങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല. അട്ടിമറിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാവി നിലനിൽക്കുന്നത്. ആ സർക്കാരിനെ നിലനിർത്തുന്നതിന് ബാധ്യസ്ഥനായ അഡ്വക്കേറ്റ് ജനറൽ, അദ്ദേഹത്തിൻ്റെ ജോലി അതല്ല, സർക്കാരിനെ നിലനിർത്താനുള്ള ബാധ്യത ഗവൺമെന്റ് ചീഫ് വിപ്പിന് മാത്രമേ ഉള്ളൂ. പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ ആ ജോലി സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റായ നിയമോപദേശം ഒരുപക്ഷെ അദ്ദേഹം നൽകുമായിരിക്കാം. ആ നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ സമർപ്പണവും അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിനോ മറ്റു ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു ഘട്ടത്തിൽ KM മാണി ഇടതുമുന്നണിയിലേക്ക് പോകുമോ എന്ന സംശയത്തിൻ്റെ പേരിലാണ് ഈ കേസ് ഉണ്ടാക്കിയത് എന്ന് കേരള കോൺഗ്രസ് എം സംശയിച്ചിരുന്നെങ്കിലും പിന്നീട് വളരെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വരെ സത്യസന്ധമായി ഇടപെടലില്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നുണപരിശോധനയിലേക്ക് എത്തുമ്പോൾ വാർത്തകൾ മാണിക്കെതിരാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ച വിവരങ്ങൾ എന്ന കാര്യം പുറത്തു വരുമ്പോൾ, അതുപോലെ തന്നെ K ബാബുവും മറ്റ് മന്ത്രിമാരും ഈ കോഴ ഇടപാടിലേക്ക് ഉൾപ്പെടാൻ പോകുന്നു എന്ന് വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ പല ഘട്ടങ്ങളിലും കാണാം. ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് വിജിലൻസിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാണ്. അങ്ങനെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് പോലും പുറത്തു പറയേണ്ടി വരുന്നു. ക്രൈംബ്രാഞ്ചിനെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് SP സുകേശൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അന്വേഷണം പൂർത്തിയായി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഭയം, ആ ഭയമല്ലേ എന്തെല്ലാമാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇനി ഇതിൽ എൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു നിയന്ത്രണം വരാൻ പോകുന്നു, മറ്റൊരു ഇടപെടൽ വരാൻ പോകുന്നു. നിയമോപദേശത്തിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം വേണമെന്ന കൂട്ടിച്ചേർക്കലിൻ്റെ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഉന്നതോദ്യോഗസ്ഥർ വഴിയോ അതിൽ ഒരു ഇടപെടൽ സാധ്യത, അത് എങ്ങനെ മറികടക്കാൻ കഴിയും? അതിന് സർക്കാർ ശ്രമിക്കില്ല എന്ന് 100% ഉറപ്പുവരുത്താൻ കഴിയുമോ? അല്ല, അതിന് യാതൊരു ഉറപ്പുമില്ല. എൻ്റെ മനസ്സ് നൽകുന്ന ഉറപ്പ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സത്യസന്ധത, അവരുടെ മനസാക്ഷി. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ വിജിലൻസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ ആ വിശ്വാസ്യത ഉണ്ട്, അത് നിലനിൽക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് വിജിലൻസിന് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവർ എല്ലാ തരത്തിലുള്ള അട്ടിമറികൾക്ക് കൂട്ടുനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അഡ്വക്കേറ്റ് ജനറൽ എത്ര വികലമായ ഉപദേശം നൽകിയാലും ആ ഉപദേശമനുസരിച്ച് കുഴിച്ചുകൂടാൻ കഴിയാത്ത രീതിയിൽ ഈ ആക്ഷേപവും ആരോപണവും അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങളും മുന്നോട്ട് പോയിരിക്കുന്നു. സുകേശൻ ഇന്ന് കോടതിയെ ആ വിവരങ്ങൾ ധരിപ്പിക്കുമ്പോൾ ഇത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് സുകേശൻ പറയുമ്പോൾ ആ പൂർത്തിയായ വിവരങ്ങൾ കോടതിയിൽ എത്തുന്നില്ലെങ്കിൽ അത് കോടതിയുടെ കൂടി അന്വേഷണത്തിന് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തെ സമ്പൂർണ്ണമായും അട്ടിമറിക്കാൻ അതിശക്തനായ നിയമമന്ത്രി KM മാണിക്കോ മുഖ്യമന്ത്രിക്കോ മറ്റാർക്കെങ്കിലുമോ കഴിയും എന്ന് ഇപ്പോഴും എൻ്റെ ചെറിയ മനസ്സ് സമ്മതിക്കുന്നില്ല. ശ്രീ പ്രിൻസ് ലൂക്കോസ്, KM മാണി ബാറുടമകളിൽ നിന്ന് കോഴ വാങ്ങിയില്ല എന്ന് കേരള കോൺഗ്രസ് എമ്മും സർക്കാരും ആവർത്തിക്കുമ്പോഴും
കോഴയുമായി ബാറുടമകൾ മന്ത്രിമാരെ സമീപിച്ചിരുന്നു എന്ന സത്യം അതിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലയാള മനോരമ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബാറുടമകൾ കോഴയുമായി വന്നിരുന്നു, പക്ഷേ ഞാനത് സ്വീകരിച്ചില്ല. അപ്പോൾ ബാറുടമകൾ പണവുമായി, അത് പ്ലാസ്റ്റിക് കവറിലാണോ അതോ ചാക്കിലാണോ സഞ്ചിയിലാണോ എന്ന വ്യത്യാസമില്ല, സമീപിച്ചിരുന്നു എന്ന കാര്യം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ധനമന്ത്രിക്ക് എന്തിനാണ് ബാറുകാർ കൊണ്ടുപോയി കോഴ കൊടുക്കുന്നത്? ബാറ് തുറക്കുവാനും അടയ്ക്കുവാനും അധികാരം കേരളത്തിലെ ധനമന്ത്രിക്കില്ലല്ലോ. ഇതൊക്കെ ഓരോ വ്യാഖ്യാനങ്ങൾ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുമല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജയശങ്കർ വക്കീൽ കുറെ കാലമായല്ലോ ഈ ചാനൽ ചർച്ചകളെല്ലാം ഇരുന്നു കൊണ്ട് KM മാണി പണം മേടിച്ചു എന്നങ്ങ് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം നേരിട്ട് കൊണ്ടുപോയി പണം കൊടുത്തതുപോലെയാണ് അദ്ദേഹം ഇത് വ്യാഖ്യാനിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ KM മാണിയുടെ പുറകെ നടക്കുന്നത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50 വർഷക്കാലം കേരള നിയമസഭയിൽ അംഗത്വമുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ജയശങ്കറിന് വക്കീലിനേക്കാളും വലിയ കൊടി കെട്ടിയവർ KM മാണി ഒന്ന് വീണ് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നടന്നിട്ടില്ല. ജയശങ്കർ വക്കീലിനോട് പറയാം, എതിർപ്പുകളുടെ പത്മവ്യൂഹത്തിലും കടന്നാക്രമണ ശരശൈലിയിലും എതിരാളികളുടെ ശരവഞ്ചനമേറ്റിട്ടും ആണുങ്ങളെ പോലെ നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാവാണ് ജയശങ്കർ വക്കീലിന്റെ പൂതി ഒന്നും നടക്കത്തില്ല എന്ന് ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാധ്യമ വിചാരണയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. KM മാണി എന്ന നേതാവ് ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളതെന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോ ഇവിടെ ഒരു കാര്യം കൂടെ അടിവരയിട്ട് പറയട്ടെ, ഇവിടെ കൊണ്ടുവന്ന മാധ്യമങ്ങളിൽ വന്ന നുണപരിശോധനാ ഫലം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യമല്ലേ കാണുന്നത്. ഇതൊന്നും നിൽക്കത്തില്ല, ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ടെന്ന് മാത്രമാണ്. പ്രിൻസ് ലൂക്കോസ്, അങ്ങനെ നിങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും നിങ്ങൾ കൂടി പങ്കാളിയായ ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ പോലീസ് സംവിധാനവും ആ സർക്കാരിൻ്റെ വിജിലൻസ് സംവിധാനവും നിയമ സംവിധാനവുമെല്ലാം സത്യസന്ധമായി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ ഇപ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും നിങ്ങൾ അവകാശപ്പെടുന്നത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ ഒരു പൊതുയോഗം നടത്തി തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സ്വയം പ്രകീർത്തിച്ചു. അങ്ങനെ വരുമ്പോൾ SP സുകേശനെ പോലുള്ള ആഭ്യന്തര വിജിലൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുന്നു, അതിലും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കുന്നു. അവരാണ് ഈ അന്വേഷണം നടത്തിയത്, നുണപരിശോധന നടത്തിയത്, അവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതല്ലാതെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പോലെ VS അച്യുതാനന്ദൻ്റെ സർക്കാരോ അല്ലെങ്കിൽ കോടിയേരിയുടെ പോലീസോ ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ട് നിങ്ങൾക്ക് SP സുകേശനെയും വിജിലൻസിനെയും കുറ്റം പറയാൻ? ഇത് നമ്മൾ കാര്യങ്ങൾ ചുമ്മാ വളച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ 4 വർഷം മുന്നേ ആരാ ഇവിടെ കേരളം ഭരിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ VS അച്യുതാനന്ദൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്ത കോടിയേരി ബാലകൃഷ്ണൻ. ഇതാ അദ്ദേഹം കൈകാര്യം ചെയ്ത കാലഘട്ടത്തും ആത്മബന്ധമുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇല്ലേ? രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുമുള്ള ഉദ്യോഗസ്ഥർ കാലാകാലങ്ങളിൽ ഭരണം മാറുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂറ് കാണിക്കാറില്ലേ? ഇതൊക്കെ ചുമ്മാ അങ്ങോട്ട് നമ്മൾ മറച്ചു വെച്ച് വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ ബിജു രമേശിന്റെ കോഴപ്പണം മേടിക്കുന്ന എത്ര ഉദ്യോഗസ്ഥർ ഉണ്ടാവും വിജിലൻസിൽ? അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിനെ KM മാണിയെ കോർണർ ചെയ്യുന്ന, അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അങ്ങോട്ട് കയറിയാൽ ഉടനെ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ഉടനെ ഉദ്യോഗസ്ഥർ മുഴുവൻ അങ്ങനെ കൂറ് കാണിക്കുന്നതാണോ? അപ്പൊ അതിൽ ബോധപൂർവമായ, ഞാൻ പറയട്ടെ, ഈ അന്വേഷണത്തിൽ വിജിലൻസ് ഏറ്റെടുത്ത് ഈ അന്വേഷണം നമ്മൾ വിലയിരുത്തുമ്പോൾ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമില്ല. വിജിലൻസ് KM മാണിയെ കുറ്റവാളിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ബിജു രമേശിന്റെ അച്ചാരം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് വിജിലൻസിൽ പ്രവർത്തിക്കുന്നത്. പ്രിൻസ് ലൂക്കോസിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മാർപ്പാപ്പയുടെ ഇനിയത്തെ വരവിന് മാണിയെ ഒരു പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കും. സെയിന്റ് മാണി ഓഫ് പാല എന്ന് അദ്ദേഹം അറിയപ്പെടും. അദ്ദേഹത്തിന്റെ പേരിൽ കൊമേന്തകൾ സ്ഥാപിക്കും. അവിടെ പോയിട്ട് എല്ലാ ബാറുകാരും നേർച്ചയിടും. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് കൈയടിക്കണം ആഗ്രഹമുണ്ട്. നിവൃത്തിയില്ല, ഞാനിപ്പോ യാത്രയിലാണ്, അതുകൊണ്ടാണ്. ഇതുപോലുള്ള പ്രസംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്, കേൾക്കാൻ ഇമ്പമുള്ള പ്രസംഗം. വളരെ നന്നായിട്ട് ജോറായി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, SP സുകേശൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം അല്ലെങ്കിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ഇടതുമുന്നണിയോടുള്ള അല്ലെങ്കിൽ അതിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള താല്പര്യം, ഇതാണ് അന്വേഷണത്തെ നയിക്കുന്നത്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നു, അതുകൊണ്ട് KM മാണിയോട് അവർക്ക് യാതൊരുവിധ അനുഭവമില്ല. അവർ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടു കൂടി അന്വേഷണം നടത്തുന്നു. അത് മുഖവിലക്കെടുക്കാൻ കഴിയുമോ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഈ ആരോപണം? മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഈ ആരോപണം രമേശ് ചെന്നിത്തല കൂടി
ആ മന്ത്രി കൂടി പറയുകയാണ് വിജിലൻസിൻ്റെ ചില നടപടികൾ വിശ്വാസ്യത തകർക്കുന്നു എന്ന നിലയിൽ. അപ്പോൾ വിജിലൻസിനെ സ്വന്തം വരുതിക്ക് നിർത്താൻ UDF സർക്കാരിന് കഴിയാത്തതാണോ, അതോ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവരുടെ കൂറ് LDF രാഷ്ട്രീയ പാർട്ടികളുമായി ആണോ? അതാണോ ഇപ്പോഴത്തെ തർക്കത്തിനും ഇത്തരം ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനും കാരണം? അല്ല, ഇടതുപക്ഷവും കോടിയേരി ബാലകൃഷ്ണനും അധികാരത്തിൽ നിന്ന് പുറത്തുപോയിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇപ്പോഴും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കൂറ് അത് ഇടതുപക്ഷത്തോടാണ് എന്ന് പ്രിൻസ് ലൂക്കോസ് പറയുമ്പോൾ അത് കേൾക്കാൻ സത്യത്തിൽ സുഖമുണ്ട്. ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രമാണ് ഈ സർക്കാരിൻ്റെ ആയുസ്. ഒരു കുറ്റപത്രത്തിൻ്റെ അത്രത്തോളം മാത്രമാണ് ഈ സർക്കാരിൻ്റെ ആയുസ്. അങ്ങനെയിരിക്കുന്ന ഒരു സർക്കാരിന് വേണ്ടി ദാസ്യവൃത്തി ചെയ്യുന്നതിന് ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല എന്നാണ് ലൂക്കോസ് പറഞ്ഞത്. ഞാനതിന് പൂർണ്ണമായി യോജിക്കുകയാണ്. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞ ഈ ചർച്ചയിലുടനീളം പ്രകടിപ്പിച്ച എൻ്റെ വികാരം, ഇത് അട്ടിമറിക്കുന്നതിന് ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളും എത്ര പരിശ്രമിച്ചാലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ അതിന് തയ്യാറാവില്ല എന്നത് ആയുസ്സില്ലാത്ത ഒരു ഭരണകൂടത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ദാസ്യവൃത്തി ചെയ്യുന്നതിൽ ആത്മാഭിമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനും തയ്യാറാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയത്തിനപ്പുറം അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നു. പക്ഷേ ഓരോ സമയത്തും വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള നീക്കങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. KM മാണിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ലേഖനം തന്നെ എഴുതി വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോട് വിജിലൻസ് പെരുമാറേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ FIR ഇട്ടതിൽ വിയോജിപ്പുണ്ട്, ഭിന്നാഭിപ്രായമുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ പാളിപ്പോയതുകൊണ്ടാണ്, അതിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരമൊരു കേസ് വന്നത് എന്ന നിലയിൽ ഇതിനെ ചുരുക്കി കാണാമോ? അതോ യഥാർത്ഥത്തിൽ കോഴ വാങ്ങിയ മന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ വരുന്നു, അത് ഒളിച്ചു വയ്ക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ല എന്നതാണോ സത്യം? ഇന്നിപ്പോൾ മനോരമ ചാനലിന് PK കുഞ്ഞാലിക്കുട്ടി നൽകിയ അഭിമുഖം അനുസരിച്ചാണെങ്കിൽ കോഴപ്പണവുമായി ബാറുടമകൾ മന്ത്രിയെ കാണാൻ ചെന്നിരുന്നു, ഞാനത് വാങ്ങിയില്ല. അങ്ങനെയാണോ ഒരു മന്ത്രി പെരുമാറേണ്ടത്? വാങ്ങിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്ന KM മാണിയും കോഴയുമായി ചെന്ന ശേഷം അത് തിരിച്ചുവിട്ട PK കുഞ്ഞാലിക്കുട്ടി, ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം കോഴപ്പണവുമായി ഒരു സംഘം വന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയാണോ വേണ്ടത്, അതോ അതിൽ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അഴിമതി അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കണമോ? അല്ല, ധനമന്ത്രി, നിയമമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന KM മാണിയെ എന്തിന് ബാർ ഉടമകൾ സ്വാധീനിക്കാൻ ശ്രമിക്കണം എന്ന് പ്രിൻസ് ലൂക്കോസ് ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി. വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രിയെ, അദ്ദേഹത്തിന് എക്സൈസ് ഇല്ല, ധനകാര്യമില്ല, ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട യാതൊരു വകുപ്പുമില്ല. എന്തിന് ബാർ ഉടമകൾ കോഴപ്പണവുമായി കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചു? ആ ചോദ്യം തന്നെയാണ് KM മാണിയെ അവർ സമീപിച്ചു എന്നത് വിശ്വസിക്കുന്നതിനുള്ള ഒരു കാരണം. മറ്റൊന്ന് പ്രകാശ് പറഞ്ഞത് വളരെ ശരിയാണ്. ബാർ ഉടമകൾ കൈക്കൂലിപ്പണവുമായി അഴിമതി കോഴപ്പണവുമായി സമീപിക്കുമ്പോൾ എനിക്കിത് വേണ്ട എന്ന് സൗമനസ്യത്തോടെ നല്ല വാക്ക് പറഞ്ഞ് അവരെ ആയിരുന്നില്ല ശ്രീ കുഞ്ഞാലിക്കുട്ടി ചെയ്യേണ്ടിയിരുന്നത്. നിയമ നടപടികൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് വേറൊരു ചോദ്യം, ഇവിടെ അത് പ്രസക്തമായ വിഷയമല്ല. പക്ഷേ ലൂക്കോസ് ആവർത്തിച്ചു പറയുന്നു, എന്തിന് നിയമമന്ത്രിയെ ഇവർ സമീപിച്ചു, എന്തിന് നിയമമന്ത്രിയെ സമീപിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്തിന് അവർ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചു എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി അത് സ്വീകരിച്ചില്ല, KM മാണി അത് സ്വീകരിച്ചു എന്നാണ് ആരോപണം. ശ്രീ പ്രിൻസ് ലൂക്കോസ് മറുപടി. ഇതൊക്കെ വിചിത്രമായ കാര്യമല്ലേ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് കൊണ്ടുപോയി കൈക്കൂലി കൊടുക്കുന്നത് എന്തിനാ? ഇത് കാഴ്ചപ്പണമൊന്നുമില്ല, എന്തെങ്കിലും കാര്യം നടത്തി കിട്ടാനല്ലേ കൈക്കൂലി കൊടുക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ആ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ കൊണ്ടുപോയി ബാറുകാർ കൊണ്ടുപോയി കോഴപ്പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചുമ പൊതുജനമധ്യത്തിൽ പുകമറ സൃഷ്ടിക്കാനുള്ള ഏർപ്പാടല്ലേ? ഇതുപോലെ ജനങ്ങൾ അത് മാധ്യമങ്ങൾ പറഞ്ഞല്ല, PK കുഞ്ഞാലിക്കുട്ടി തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നെ കാണാൻ ബാർ ഉടമകൾ വന്നിരുന്നു, അവർ കോഴപ്പണം കൊണ്ടുവന്നിരുന്നു, ഞാനത് വാങ്ങിയില്ല എന്ന്. ഞാൻ അങ്ങനെ കണ്ടില്ല. ഞാനൊരു മാധ്യമങ്ങളും അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി കണ്ടില്ല. അദ്ദേഹം കോഴപ്പണവുമായിട്ട് ഒരാൾ വന്നെന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞെന്നും എന്നെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ,
ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിക്ക് കൊണ്ടുപോയി വെറുതെ കൊണ്ടുപോയി പണം കൊടുക്കുന്നു, അത് കോഴയാണ്. ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഈ UDF സർക്കാരിലെ മുഴുവൻ മന്ത്രിമാരും അഴിമതിക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമെന്ന് മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പ്രിൻസ് ലൂക്കോസിന് മാധ്യമങ്ങൾ പറഞ്ഞാൽ വിശ്വാസമില്ല. പ്രിൻസ് ലൂക്കോസിന് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് എമ്മിന്. ഇനി ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പറയുകയാണ് ബാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എൻ്റെ അടുത്തും പണവുമായി വന്നു എന്ന്. ഇത് ബാറുടമയായിരുന്ന രാധാകൃഷ്ണൻ നേരത്തെ തന്നെ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയ കാര്യമാണ്. അത് PK കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനോടും വിശ്വാസമില്ല. അപ്പോൾ ഈ മന്ത്രിസഭയെ ബാറുടമകൾ സമീപിച്ചിരുന്നു, ചിലർ തിരിച്ചുവിട്ടു, ചിലർ സ്വീകരിച്ചു. ഇത് കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തുമ്പോൾ KM മാണി കൂടുതൽ പ്രതിസന്ധിയിലാകുകയല്ലേ? അത് പ്രിൻസ് ലൂക്കോസിന് ആരെയും വിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് അതിലൊന്നും ഒരു ആക്ഷേപകരമായൊന്നും തോന്നുന്നില്ല. സാക്ഷാൽ മാണി സാർ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും വിശ്വസിക്കാത്ത ആളാണ് പ്രിൻസ് ലൂക്കോസ്. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന യാദൃശ്ചികമായിട്ടാണെങ്കിലും ശ്രീ കുഞ്ഞാലിക്കുട്ടി കടന്നു വന്നു. KM മാണിയെ ബാർ ഉടമകൾ പണവുമായി സമീപിച്ചു എന്നതിന് ഏറ്റവും നല്ല തെളിവ് എന്തിന് എന്നാണല്ലോ ലൂക്കോസിന്റെ ചോദ്യം. സമീപിച്ചിരുന്നു എന്നതിന് ഏറ്റവും നല്ല തെളിവ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രസ്താവനയാണ്. ഞാൻ പണം വാങ്ങിയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു, നമുക്കത് വിശ്വസിക്കാം. കുഞ്ഞാലിക്കുട്ടിക്ക് പണം കൊടുത്തുവെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ KM മാണിക്ക് പണം കൊടുത്തു എന്നാണ് ആരോപണം. ആ ആരോപണമാണ് അന്വേഷിക്കേണ്ടത്. എനിക്ക് ശ്രീ പ്രിൻസ് ലൂക്കോസിനേക്കാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ VS സുനിൽകുമാർ, ശ്രീ പ്രിൻസ് ലൂക്കോസ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.